ശ്രീ മാത്സിലേക്ക് സ്വാഗതം. വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇവിടെ ഒരാൾ 150 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിയ വില നമ്മൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയും. അതെന്ന് പറയുന്നത് 150 രൂപയാണ്. വിറ്റ വില എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ്, വിറ്റ വില അതെത്ര 120 രൂപയാണ് കിട്ടുന്നത്. 150 രൂപയ്ക്ക് വാങ്ങിയ സാധനം 120 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ അയാൾക്ക് കുറവല്ല കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കോസ്റ്റ് പ്രൈസിൽ നിന്ന് സെല്ലിംഗ് പ്രൈസ് കുറച്ചാലും എത്ര രൂപ നഷ്ടം വന്നെന്ന് മനസ്സിലാവും. 150 120 പോകാൻ 30 രൂപയാണ് നഷ്ടം വന്നത്. 30 രൂപ. നമുക്ക് നഷ്ട ശതമാനം കാണാൻ ഒരു ഫോർമുലയുണ്ട്. നഷ്ടശതമാനം സമം നഷ്ടം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ്. വാങ്ങിയ വില അടിസ്ഥാനമാക്കിയായിരിക്കും എപ്പോഴും നമ്മൾ ചെയ്യുന്നത്. ഇൻറ്റു 100 അത്രയും ശതമാനമായിരിക്കും നഷ്ടശതമാനം. നഷ്ടം ഇവിടെ എത്രയാണ് 30 ബൈ വാങ്ങിയ വില. കോസ്റ്റ് പ്രൈസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എപ്പോഴും നഷ്ടശതമാനമായാലും ലാഭശതമാനമായാലും കാണുന്നു. നഷ്ടം 30 ബൈ 150 ഇൻറ്റു 100. 20. അപ്പോൾ 20ആണ്. എത്ര നഷ്ടശതമാനം എന്ന് പറയുന്നത് 20%. കിട്ടിയ ഉത്തരം 20ആണ്. 20%. അതായത് ഒരാൾ 150 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിയ വില 150 രൂപ, കോസ്റ്റ് പ്രൈസ് 150 രൂപ, 120 രൂപയ്ക്ക് വിറ്റു. സെല്ലിംഗ് പ്രൈസ് വിറ്റ വില 120 രൂപ. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ നഷ്ടം? കുറച്ചല്ല കിട്ടി. കുറച്ചായതുകൊണ്ട് നഷ്ടം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ചെറുത് കുറച്ചാണ്. 150 120 കുറയ്ക്കുമ്പോൾ 30 രൂപയാണ് നഷ്ടം വന്നത്. നഷ്ടശതമാനം കാണാനൊരു ഫോർമുലയാണ്. നഷ്ടം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. വാങ്ങിയ വില അടിസ്ഥാനപ്പെടുത്തിയാണ് നഷ്ടമായാലും ലാഭമായാലും നോക്കുന്നത്. ലാഭശതമാനമാണെങ്കിൽ ലാഭം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. വാങ്ങിയ വില ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഗുണം 100. അപ്പോൾ 30 ബൈ 150 ഗുണം 100. 0 കട്ട് ചെയ്ത് 3 5 15 5 20 20%. നഷ്ടശതമാനം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. എക്സ് എണ്ണ സാധനം വിറ്റപ്പോൾ വൈ എണ്ണത്തിൻ്റെ വിറ്റ വില ലാഭമായി ലഭിച്ചാൽ ഒരു ഷോർട്ട് കട്ട് ഫോർമുലയുണ്ട് ലാഭശതമാനം കാണാൻ. ഈ മോഡലിലാണ് ചോദ്യം. എക്സ് എണ്ണ സാധനം വിറ്റപ്പോൾ വൈ എണ്ണത്തിൻ്റെ വിറ്റ വില ലാഭമായി ലഭിച്ചാൽ വൈ ബൈ എക്സ് മൈനസ് വൈ ഇൻറ്റു 100% ആണ് ലാഭശതമാനം. ഈ ഫോർമുലയാണ് ബൈ കട്ടാക്കിയത്. ഷോർട്ട് കട്ട് ഫോർമുലയാണ്. എക്സ് എണ്ണ സാധനം വിറ്റപ്പോൾ വൈ എണ്ണത്തിൻ്റെ വിറ്റ വില ലാഭമായിട്ട് ലഭിച്ചാൽ വൈ ബൈ എക്സ് മൈനസ് വൈ ഇൻറ്റു 100%. അതേ മോഡലിലാണ് ലാഭശതമാനം കാണാൻ. ഡി 50%ആണ് ഉത്തരം. ഓപ്ഷൻ ഡി 50%. അതായത് എക്സ് എണ്ണ സാധനം വിറ്റപ്പോൾ വൈ എണ്ണത്തിൻ്റെ വിറ്റ വില ലാഭമായി ലഭിച്ചാൽ ഈ ഫോർമുല, ഇതൊരു ഷോർട്ട് കട്ട് ഫോർമുലയാണ്. ഇത് പഠിച്ചു വെച്ചാൽ എളുപ്പം ലാഭശതമാനം കാണാൻ വൈ ബൈ എക്സ് മൈനസ് വൈ ഇൻറ്റു 100% ആണ്. ഒരു വസ്ത്ര വ്യാപാരി 33 വസ്ത്രങ്ങൾ വിറ്റപ്പോൾ 11 വസ്ത്രങ്ങളുടെ വിറ്റ വില ലാഭമായി ലഭിച്ചു. എന്നാൽ ലാഭശതമാനം എത്ര എന്നാണ് ചോദ്യം. ഇതേ മോഡലാണ് ചോദ്യം. എക്സ് എണ്ണ സാധനം വിറ്റപ്പോൾ വൈ എണ്ണത്തിൻ്റെ വിറ്റ വില ലാഭമായി ലഭിച്ചാൽ ലാഭശതമാനം വൈ ബൈ എക്സ് മൈനസ് വൈ ഇൻറ്റു 100%. ഇവിടെ വസ്ത്രവ്യാപാരി 33 വസ്ത്രങ്ങൾ വിറ്റപ്പോൾ 11 വസ്ത്രങ്ങളുടെ വിറ്റ വില ലാഭമായി ലഭിച്ചപ്പോൾ ലാഭശതമാനം എത്ര? അതായത് ലാഭശതമാനം സമം എത്ര എണ്ണത്തിൻ്റെ വിറ്റ വില ലാഭമായിട്ട് ലഭിച്ചത് 11 ഡിവൈഡഡ് വൈ ബൈ എക്സ് മൈനസ് വൈ ഇൻറ്റു 100%. ആ ഫോർമുല ഓർത്താണ്. 11 ബൈ 33 മൈനസ് 11 ഇൻറ്റു 100%. 11 ബൈ 22 ഇൻറ്റു 100%. 11 2 22 1 11 11 2 22 2 50 100 50%. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഈ 350നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 ആണ് വരുന്നത്. 750 350. ശിഷ്ടം 0 ആയതുകൊണ്ട് ആ ദിവസം തന്നെ വരും. അതായത് അതിൻ്റെ കൂടെ 0 കൂട്ടുക. അതായത് ശിഷ്ടം 2 ആണെങ്കിൽ ശനിയുടെ കൂടെ 2 കൂട്ടുക. ഞായത്തിങ്കൾ ശിഷ്ടം എത്രയാണോ 7 കൊണ്ട് ഹരിക്കുമ്പോൾ വരുന്നത് അത് കൂട്ടിയാൽ മതി. ശനിയുടെ കൂടെ 0 ആയതുകൊണ്ട് സെയിം ദിവസം തന്നെ വരും. പരസ്യ വില എന്ന് പറയുന്നത് അതിൻ്റെ യഥാർത്ഥ വില. പരസ്യ വില എന്ന് പറയുന്നത് യഥാർത്ഥ വില എത്ര രൂപയാണ്? ആ പുസ്തകത്തിന് 60 രൂപ. ഇവിടെ എത്ര രൂപയ്ക്കാണ് വിറ്റത്? അപ്പോൾ എത്ര ഡിസ്കൗണ്ട് കിട്ടി? ഡിസ്കൗണ്ട് എത്ര കിട്ടിയെന്ന് അറിയാൻ പരസ്യ വിലയിൽ നിന്ന് 60ൽ നിന്ന് എത്ര വില കൊടുത്തു, എത്ര വിലയ്ക്കാണ് വിറ്റത് അത് നോക്കിയാൽ മതി. 12 രൂപ. അതായത് നമുക്ക് ഡിസ്കൗണ്ട് ശതമാനം കാണാനൊരു ഫോർമുലയുണ്ട്. ഡിസ്കൗണ്ട് ശതമാനം എപ്പോഴും പരസ്യ വില അടിസ്ഥാനമാക്കിയാണ് പറയുന്നത്. അതായത് ഡിസ്കൗണ്ട്
ഡിവൈഡഡ് ബൈ പരസ്യവില ഗുണം 100. എത്ര ഡിസ്കൗണ്ട് കിട്ടി? 60 രൂപ വിലയുള്ള സാധനം 48 രൂപയ്ക്ക് കിട്ടി. പരസ്യവിലയിൽ നിന്ന് എത്ര രൂപയ്ക്കാണ് കിട്ടിയത്? അത് കുറച്ചാൽ മതി. എത്ര വ്യത്യാസം വന്നു? എത്ര കുറവ് കിട്ടി? 12 ഡിവൈഡഡ് ബൈ പരസ്യവില 60 ഗുണം 100. 12 ഡിവൈഡഡ് ബൈ 60 ഗുണം 100. ഡിസ്കൗണ്ട് 12 രൂപ ഡിസ്കൗണ്ട് കിട്ടി. 60 രൂപ വിലയുള്ളത് 48 രൂപയ്ക്ക് കിട്ടി. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസമാണ് ഡിസ്കൗണ്ട്. എത്ര കുറച്ച് കിട്ടിയ? 12 രൂപ കുറച്ച് കിട്ടി. അതായത് കുറച്ച് കിട്ടിയ എമൗണ്ട് ഡിസ്കൗണ്ട്. എത്ര രൂപ ഡിസ്കൗണ്ട് കിട്ടി? 12 രൂപ. 12 ഡിവൈഡഡ് ബൈ പരസ്യവില. ഡിസ്കൗണ്ട് 12, പരസ്യവില അതിൻ്റെ യഥാർത്ഥ വില 60 രൂപ ഗുണം 100. അതായത് 12 5 60, 5 20. അതായത് ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ്? 20. ഡിസ്കൗണ്ട് ശതമാനം 20. ഡിസ്കൗണ്ട് ശതമാനം കാണാൻ എപ്പോഴും പരസ്യവില അടിസ്ഥാനമാക്കിയാണ് പറയുന്നത്. ഡിസ്കൗണ്ട് ശതമാനം സമം ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ പരസ്യവില ഗുണം 100. ഇവിടെ പരസ്യവില എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ എമൗണ്ട് 60. എത്ര രൂപയ്ക്കാണ് കച്ചവടക്കാരൻ വിറ്റ പുസ്തകം? 48 രൂപയ്ക്ക്. അപ്പോൾ എത്ര രൂപ ഡിസ്കൗണ്ട് കിട്ടി? 60 48 കുറച്ചാൽ 12 രൂപ കുറച്ചാണ് കിട്ടിയത്. അതായത് ഡിസ്കൗണ്ട് ശതമാനം സമം ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ പരസ്യവില ഇൻറ്റു 100. ഡിസ്കൗണ്ട് എത്ര കിട്ടിയ? 12 ബൈ പരസ്യവില അതിൻ്റെ യഥാർത്ഥ വില 60 ഗുണം 100. അതായത് 20. ഓപ്ഷൻ സി ആണ് ഉത്തരം. ജനുവരി 26 ശനിയാഴ്ച തന്നിട്ടുണ്ട്. അപ്പോൾ ജനുവരി 26 മുതൽ 31 വരെ 5 ദിവസം. അത് മുതൽ ഓഗസ്റ്റ് 15 വർഷം 7 ദിവസമായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ഫെബ്രുവരി സാധാരണ വർഷമായതുകൊണ്ട് അതിവർഷമല്ല, 28 ദിവസമാണ് 2013. മാർച്ച് 31, ഏപ്രിൽ 30, മെയ് 31, ജൂൺ 30, ജൂലൈ 31, അങ്ങനെ ഓഗസ്റ്റ് 15 വരെ എഴുതണം. ഓഗസ്റ്റിൽ എല്ലാ ദിവസവും വരുന്നില്ല, 1 മുതൽ 15 ദിവസം വരെ 15. ഇതെല്ലാം കൂടെ കൂട്ടുക. ഇത് ഓർത്തിരിക്കാൻ നമുക്ക് 30 days ആ സെപ്റ്റംബർ, ഏപ്രിൽ, ജൂൺ ആൻഡ് നവംബർ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഇതാണ്. ആ വരി ഓർത്തിരുന്നാൽ നമുക്കിത് എഴുതാൻ പറ്റും. ഈ 201 നമ്മൾ 7 കൊണ്ട് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 201 ദിവസം കിട്ടും. 7 കൊണ്ട് ഹരിക്കുക. ശിഷ്ടം 5 വരും. ശിഷ്ടം 5 വന്നാൽ നമുക്കിവിടെ തന്നേക്കുന്ന ശനിയാണ്. ഈ ശനിയുടെ കൂടെ 5ഉം കൂടി കൂട്ടിയാൽ മതി. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം. വ്യാഴമാണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അതായത് ശിഷ്ടം എത്രയാണോ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ആകെ ദിവസം കണ്ടുപിടിക്കുക. ശിഷ്ടം എത്രയാണോ 7 കൊണ്ട് ഹരിച്ചപ്പോൾ 5 വന്ന ശിഷ്ടം തന്നത് ജനുവരി 26 ശനിയാണ്. ഓഗസ്റ്റ് 15 അറിയാൻ വേണ്ടി ഈ ശിഷ്ടം എത്ര വന്നു ആകെ ദിവസങ്ങൾ കൂട്ടുക. അതിന് 7 കൊണ്ട് ഹരിക്കുക. ശിഷ്ടം 5 വന്നതുകൊണ്ട് ഈ ശനിയുടെ കൂടെ 5 കൂട്ടുക. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം. വ്യാഴമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇന്ന് വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.